മനുഷ്യാസ്തിത്വത്തിൻ്റെ രഹസ്യം ജീവിച്ചിരിക്കുക എന്നതിലല്ല, ജീവിച്ചിരിക്കാൻ ഒരു കാരണം കണ്ടെത്തുക എന്നതിലാണ് എന്ന് ദസ്തയേവ്സ്കിയുടെ വാക്കുകളിലൂടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മലയാള മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒളിച്ചോട്ടമല്ല വഴി. പ്രണയത്തിൽ വഞ്ചിക്കപ്പെട്ടതിൻ്റെ പേരിൽ അവൻ മാസങ്ങളായി നിരാശയിലാണ്. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് അവൻ മലയുടെ മുകളിലെത്തി. അവൻ്റെ നിൽപ്പിൽ പന്തികേട് തോന്നിയ വൃദ്ധൻ അവനുമായി സംസാരിച്ചു. കാര്യമറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ അവസാനിപ്പിക്കാൻ പോകുന്ന ജീവിതം ഒരു സിനിമയല്ല. അതിലുള്ളതുപോലെ രണ്ടാമതൊരു ജന്മം നിനക്ക് ലഭിക്കുകയുമില്ല. ജീവൻ്റെ വില നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നീ ഒരാശുപത്രിയിലേക്ക് ചെല്ലണം. അവിടെ ഒരു ദിവസം കൂടി ജീവിക്കാൻ ആഗ്രഹിച്ചു കഴിയുന്ന അനേകരുണ്ട്. അവൻ മലയിറങ്ങി. തിരഞ്ഞെടുക്കേണ്ടത് ജീവിതമാണ്, മരണമല്ല. വന്നു ചേരേണ്ടത് മാത്രമാണ് മൃത്യു. ആകസ്മികമായി എത്തേണ്ടവയെ സ്വയം തിരഞ്ഞെടുക്കുകയും പദ്ധതിയുണ്ടാക്കി തിരഞ്ഞെടുക്കേണ്ടവയെ ആകസ്മികതയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ ജീവിത ദുരന്തം. അപ്രതീക്ഷിത കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകാം. അവ ചിലപ്പോൾ അശുഭകരവുമാകാം. പക്ഷേ അവയിൽ തട്ടി പ്രതീക്ഷകൾ മുഴുവൻ നശിപ്പിക്കുന്നതെന്തിന്? ജീവിതത്തിലെ ഓരോ ദിനവും തിരഞ്ഞെടുപ്പാകണം. എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ, വരുന്നതിൻ്റെ ബാക്കി നോക്കാം എന്നൊക്കെയുള്ള അലസ ചിന്തകളിൽ ജീവിക്കുന്നവർക്ക് അന്തസ്സുള്ള ജീവിതം ലഭിക്കില്ല. എല്ലാം ഉദ്ദേശിക്കുന്ന പോലെ സംഭവിക്കില്ല. പ്രതികൂലമായി ഉടലെടുക്കുന്ന കാര്യങ്ങളിലും പ്രതികരണങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രധാനമാണ്. ഒന്നുകിൽ എല്ലാറ്റിനെയും ശപിച്ച് നിരാശയിൽ കഴിയുകയോ സ്വയം അവസാനിപ്പിക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ ക്രിയാത്മകതയിലൂടെ പകരം വഴികൾ തേടാം. മെച്ചപ്പെടാനുള്ള മറുവഴികൾ തേടുന്നവർ മാത്രമാണ് എന്തിനേയും അതിജീവിക്കുന്നത്. രണ്ട് സാധ്യതകളേയുള്ളൂ. ഒന്നുകിൽ ഒളിച്ചോടാം, അല്ലെങ്കിൽ പോരാടാം. ഓടി ഒളിക്കാനിരുന്നാൽ എന്നും അതിന് മാത്രമേ സമയം കാണൂ. ഒന്ന് നഷ്ടപ്പെടുമ്പോൾ ഒറ്റപ്പെട്ടെന്ന് കരുതുന്നവരൊന്നും ഒന്നും നേടിയിട്ടില്ല. ഒരു ജന്മമേ ഉള്ളുവെന്ന് തിരിച്ചറിഞ്ഞ് ഒറ്റയ്ക്ക് പോരാടാൻ തയ്യാറുള്ളവർ മാത്രമാണ് ജീവിതം ആസ്വദിക്കുക. നേരുന്നു ശുഭദിനം. സ്നേഹത്തോടെ ഷഹീൻ എസ്. നന്ദി, നമസ്കാരം.